അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ രീതിയിൽ വെച്ചിട്ടുള്ള ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബീഫ് വരട്ടീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ പുളിങ്കറിയും ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടാക്കില്ലേ, അതേമാതിരി ഇട്ടെന്ന് ഞാൻ രണ്ടാം നോമ്പിന് വെക്കുന്നത്. അപ്പോൾ ആ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നത്. അപ്പോൾ ഇതാ വളരെ സിമ്പിളാണ് കേട്ടോ വെക്കാൻ. ഇത് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ വെക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചു തന്ന ബീഫിൽ തക്കാളി ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ മാത്രം ഇട്ടുകാണ്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഞാനിതാ ഒരു അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കട്ടോ. നമ്മൾ ബീഫൊക്കെ വെക്കുമ്പോൾ അതിലൊരു സവാള വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് പൊരിച്ചമായിരുന്നു കോരിയെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ ഒന്ന് ആക്കി വെച്ച് കൊടുത്തിക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ഒരു ടീസ്പൂണോളം ഉലുവ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഏലക്കായ്, കറാമ്പട്ട, കറാമ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നോ രണ്ടെണ്ണമൊക്കെ വീതം വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മളിതിൽ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് ഇട്ട് കൊടുക്കണ്ട, എല്ലാം കൂടി ഒരു കുത്തണ ടേസ്റ്റ് ആയിക്കാരം വരില്ല. പിന്നെ ഇതാ 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം വെള്ളമൊക്കെ പോയി ഡ്രെയിൻ ചെയ്തതിൻ്റെ ശേഷം ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതേമാതിരി തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 സവാളയും 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നേർ പകുതിയാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്. നമ്മൾ ബീഫൊക്കെ വെക്കുമ്പോൾ മുളക് പൊടിൻ്റെ ടേസ്റ്റ് എല്ലാം അധികം നിൽക്കില്ല. ഈ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി അങ്ങനത്തെ ഒക്കെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ. മുളകും പൊടി പിന്നിലാണ് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ എത്രയാണോ മല്ലിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി മുളക് പൊടി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് വെച്ചിട്ട് കുരുമുളക് പൊടി ഇടും കേട്ടോ. കുരുമുളക് പൊടി ഇപ്പം തന്നെ ഇടേണ്ട ആവശ്യമില്ല. അതൊക്കെ നല്ലോണം ഒന്ന് വെന്ത് മിക്സായി വന്നതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു മിക്സിൻ്റെ ജാറിൽ 1 കുടം ഒന്നാകെയുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് കഷ്ണത്തോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് എടുത്തിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താട്ടോ. ഒരുപാട് പേസ്റ്റായി പോകുമൊന്നും വേണ്ട, ചതച്ചെടുത്ത മാതിരി എടുത്തതാണ്. പിന്നെ അതിലൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിക്കാണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലല്ല വെക്കുന്നത്, പാത്രത്തിലല്ല വെക്കുന്നത്. ആ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഇത് കുക്കറിൽ വെച്ചാൽ വേറൊരു ടേസ്റ്റിൽ നമുക്ക് കിട്ടല്, ഇതേമാതിരി പാത്രത്തിൽ വെച്ചാൽ വേറൊരു ടേസ്റ്റിലായിട്ട് കിട്ടല്. അപ്പോൾ ഞാൻ നാടൻ രീതിയിലൊരു വെപ്പ് വെച്ചതാട്ടോ. ഇത് നമ്മൾ വിറകടുപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. അപ്പോൾ എൻ്റെ വിറകടുപ്പിൻ്റെ കാര്യം ഭയങ്കര പരിതാപകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ഇത് ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ആദ്യം നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഇത് തുറന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചെടുക്കുക. അടുപ്പത്താണെന്നുണ്ടെങ്കിൽ വിറകും കൊള്ളിയൊക്കെ ഒന്നും ഇങ്ങോട്ട് ചെറുതാക്കി വലിച്ച് വെച്ചിക്കാണ്ട് ഒന്ന് ചെറിയ തീയിലാക്കിയിട്ട് അവിടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നല്ലോണം ഒരു പിടി നമ്മൾ ആ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി നല്ലോണം മല്ലിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് കരിവേപ്പിൻ്റെ ഇലയും മല്ലിൻ്റെ ഇലയും ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഇതൊന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം ഇനി ഇതിൽ നിന്ന് വെള്ളം നല്ലോണം ഊറി വരും കേട്ടോ. നമ്മളിങ്ങനെ ബീഫ് വേവണതിനനുസരിച്ച് നല്ലോണം അതിൻ്റെ വെള്ളം വറ്റി വരുന്ന വരെ നമ്മൾ ഈ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കണ്ട് തന്നെ വേവിച്ചെടുക്കണം. എന്നാലേ നമുക്ക് നല്ല ആ ഗ്രേവി മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിച്ച് ബീഫൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ബീഫ് അടി പിടിക്കാനും നല്ല ചാൻസ് ഉള്ള ഒരു സാധനമാണ്. അത് അടുപ്പത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഗ്യാസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനൊന്ന് ഞെക്കി വെക്കുമ്പോൾ ബീഫ് വെന്തിട്ടൊന്നുമില്ല കേട്ടോ. ഇത് നല്ലോണം വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. പിന്നെ ഞാനിത് മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, നല്ലോണം വെള്ളം ബീഫിൽ നിന്ന് നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വേറെ വെള്ളമൊന്നും വെച്ചിട്ടില്ല, നമ്മൾ ആ 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചെടുത്തിട്ടുള്ളൂ. ഇനി നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബീഫിൽ വെള്ളമില്ല വറ്റി വരികയാണെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ ചുടുവെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. പച്ചവെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. ബീഫ് വേവൂല. ഒരു കല്ലും കഷ്ണമായത് ബീഫ് കെടുക്കും, സോഫ്റ്റ് ആയേ കിട്ടൂല കേട്ടോ. അപ്പോൾ നല്ല തിളപ്പിച്ച വെള്ളം മാത്രം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനൊരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഒരുവിധം വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. ബീഫ് ഒരുവിധമൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് വേവാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടിയൊക്കെ അടച്ച് വെച്ചിക്കാണ്ട് ചെറിയ തീയിലിട്ടിക്കാണ്ട് അവിടെ വെച്ച് നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ എടുത്ത് വരുമ്പോൾ അതിന് ചെറിയ തീയിലല്ല, അപ്പോൾ അടിയിലൊന്നും പിടിക്കൂല കേട്ടോ. അപ്പോൾ കണ്ടില്ല, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ബീഫ് എല്ലുമെന്നൊക്കെ വേറിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലിൻ്റെ കഷ്ണം കണ്ടാലും മനസ്സിലാവും ബീഫ് വെന്തിട്ടുണ്ടെന്ന് കേട്ടോ. നമ്മൾ ബീഫ് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലുമെന്നൊക്കെ ഇങ്ങനെ വേറിട്ട് കണ്ട് വരും. അപ്പോൾ ഇതാ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ടാണ് കേട്ടോ ബീഫ് വേണ്ടത്. അപ്പോൾ അത് ഈ ഒരു ടൈമിൽ ഞാനിതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ഒരു ടീസ്പൂൺ അല്ല 1 ടേബിൾ സ്പൂണോളം തന്നെ ഉണ്ടാവും. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. പിന്നെ ഈ ഒരു കോംബോ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് അയക്കണം കേട്ടോ. നമ്മളെ വെറുംചോറും പുളിങ്കറിയും ബീഫ് വരട്ടിയതും അച്ചാറും പപ്പടം ഉപ്പേരിയും ഒക്കെ കൂടിയുള്ളൊരു കോംബോ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്.